കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണ്. ആംഗിൾസും പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെടുത്തി ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. ഡ്രോ ദി ട്രയാങ്കിൾ വിത്ത് ഗിവൺ മെഷേഴ്സ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സൈഡ് തന്നിട്ടുണ്ട്, 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ, ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ ലെങ്തിൽ ലൈൻ വരയ്ക്കാം. പിന്നെയോ ഈ ആംഗിൾ 40 ഡിഗ്രിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. നോ ഈ സൈഡ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ആംഗിളും കൂടി കിട്ടിയില്ലേ പറ്റുള്ളൂ, അല്ലേ? So third angle you have to find out first. 2 angles are known. We can find out the third angle. How do we find out the third angle? എങ്ങനെയാണ് third angle കണ്ടുപിടിക്കുന്നത്? 3 ആംഗിൾസിൻ്റെയും കൂടി സം എത്രയാണ്? 3 ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 നിന്ന് ഈ 2 ആംഗിളും കുറയ്ക്കുന്നതായിരിക്കും ഈ കാണുന്ന ആംഗിൾ. അപ്പോൾ third angle is 180 minus of 60 plus 40. 180 നിന്ന് 60 40, അതായത് 100 കുറയ്ക്കുക. 180 minus 100, that is equal to 80 degree is this angle. Now we can construct this triangle. One side is known. The എൻഡിലുള്ള 2 ആംഗിൾസും അറിയാം. So we can easily construct the triangle. First of all, we can draw a line of length 5 centimeter. Okay, 5 centimeter length ഉള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ എൻഡിൽ 40 ഡിഗ്രി ആംഗിൾ പ്രൊട്രാക്ട് വെച്ചിട്ട് കൗണ്ട് ചെയ്യുക. 10 20 30 40 എന്ന് കൗണ്ട് ചെയ്ത് 40 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ സൈഡിൽ 80 ഡിഗ്രി ആംഗിളിലും ലൈൻ വരയ്ക്കുക. അപ്പോൾ രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് തേർഡ് വെർട്ടെക്സ്. സോ ദിസ് ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പോൾ എങ്ങനെ വരച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോൺ എ ലൈൻ ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ. ദെൻ 80 ഡിഗ്രി ആംഗിൾ ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ദി റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ പ്രൊട്രാക്ട് വെച്ചിട്ട് 10 20 30 40 അങ്ങനെ എണ്ണി 90ക്ക് മുമ്പുള്ള 80 വരുന്ന സ്ഥലത്ത് ഒരു ലൈൻ വരയ്ക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 40 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ട് ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് 10 20 30 40 എന്ന് കൗണ്ട് ചെയ്ത് 40യിലൂടെ ലൈൻ വരയ്ക്കുക. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് തേർഡ് ആംഗിൾ. അപ്പോൾ തേർഡ് ആംഗിൾ തേർഡ് ആംഗിൾ ഓട്ടോമാറ്റിക്കലി 60 ആയിരിക്കും. അപ്പോൾ തേർഡ് ആംഗിൾ കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ ട്രയാംഗിൾ ഇസ് ഡ്രോൺ ഇൻ എ റെക്ടാംഗിൾ. ഇതൊരു റെക്ടാംഗിൾ ആണ്, അതിനകത്ത് ഒരു ട്രയാംഗിൾ വരച്ചിരിക്കുന്നു. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ആംഗിൾ, ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഈച്ച് ആംഗിൾ ഓഫ് എ റെക്ടാംഗിൾ ആണിത്. റെക്ടാംഗിൾ എത്രയായിരിക്കും? ഈച്ച് ആംഗിൾ ഓഫ് എ റെക്ടാംഗിൾ is 90 ഡിഗ്രി. അപ്പോൾ ഇത് 90 ആണ്. അപ്പോൾ 90 നിന്ന് 25 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ദിസ് ആംഗിൾ. അതുപോലെ 90 നിന്ന് 40 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഈ ആംഗിൾ. ഈ 2 ആംഗിൾസ് ആർ നോൺ. വി ക്യാൻ ഫൈൻഡ് ഔട്ട് തേർഡ് ആംഗിൾ. ശരിയല്ലേ? അപ്പോൾ അത് നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു this 90 minus 25. അതായത് ആംഗിൾ 1 എന്ന് പറയുന്നത് ഈ റെക്ടാംഗിളിന്റെ ആംഗിളായ 90യിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ആംഗിൾ 25 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആംഗിൾ 1 കിട്ടും. ദാറ്റ് ഈസ് 65 ഡിഗ്രി. അതുപോലെ ആംഗിൾ 2 എന്ത് വരും? 90യിൽ നിന്ന് 40 സബ്ട്രാക്ട് ചെയ്താൽ മതി. കാരണം റെക്ടാംഗിളിന്റെ ആംഗിളാണ് 90. അതിൽ ഗിവൺ ആംഗിൾ 40 ആണ്. അപ്പോൾ 90 minus 40, 50 ഡിഗ്രി ഈസ് ആംഗിൾ 2. സോ 2 ആംഗിൾസ് ആർ നോട്ട്. Third angle can be found out by subtracting these 2 angles from 180. അതായത് 180 ഡിഗ്രിയിൽ നിന്ന് ഈ 2 ആംഗിൾ, ആംഗിൾ 1 ആംഗിൾ 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ 3 കിട്ടും. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 180 മൈനസ് ഓഫ് ദിസ് 65 പ്ലസ് ദിസ് 65 പ്ലസ് ദിസ് 50. ദാറ്റ് ഈസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 115. So which is equal to 65 degree is angle 3.
ഈ ആംഗിൾ 3 മറ്റൊരു പ്രത്യേക നേരത്തെ ഇതുപോലെയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആംഗിൾ 3 ഈ രണ്ട് ആംഗിൾസിന്റെ സം എപ്പോഴും ആംഗിൾ 3 ആയിരിക്കും. കാരണം ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇതിലൂടെ വരച്ചു കഴിയുമ്പോൾ ഇതിന് ഈക്വൽ ആയിട്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ വരും, ഇതിന് ഈക്വൽ ആയിട്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ വരും. അപ്പോൾ ആംഗിൾ 3 എന്ന് പറഞ്ഞാൽ 25 + 40 ആയിരിക്കും. അങ്ങനെയും നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്ക് 1ഉം 2ഉം കണ്ടുപിടിച്ചിട്ടേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ, 3 ആംഗിൾസും കണ്ടുപിടിക്കണം. We need to find out all the angles of this triangle. So angle 1 90 minus 25, angle 2 90 minus 40, then angle 3 is 180 minus of 50 plus 65, that is 65. So ഇതുപോലെ 3 ആംഗിൾസും വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം.